ജീവിച്ചു കൊതിതീരും മുന്നേ മരണം കൊത്തിപ്പറിച്ചെടുക്കും ചിലരെ. അങ്ങനെയാണ് ഏഞ്ചല എബ്രഹാം എന്ന 27-കാരിയെയും കഴിഞ്ഞ ദിവസം മരണം കൊണ്ടുപോയത്. കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ഓണവും ആഘോഷ ദിവസങ്ങളും ഓർമ്മയിലെ മറക്കാനാവാത്ത നിമിഷങ്ങളായി മാറ്റാനും ഭർത്താവിനരികിലേക്ക് എത്താനുമുള്ള ഓട്ടത്തിനിടയിലാണ് ഏഞ്ചലിന് തൻ്റെ ജീവൻ നഷ്ടമായത്. 3 നാളുകൾക്കിപ്പുറം ജീവനറ്റ പ്രിയപ്പെട്ടവളുടെ ശരീരം തനിക്കരികിൽ എത്തിയപ്പോൾ നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു ഭർത്താവ് റോബർട്ട് കുര്യാക്കോസ്. പുത്തൻ കോടിയും വാങ്ങി ഏഞ്ചലിനെ കാത്തിരുന്ന റോബർട്ടും കുടുംബവും സാക്ഷ്യം വഹിച്ചത് ആ ദുരന്ത വാർത്തയ്ക്കും നെഞ്ചുപൊട്ടുന്ന കാഴ്ചയ്ക്കുമായിരുന്നു. തിരുവോണത്തലേന്നാണ് ഏഞ്ചലും അടക്കമുള്ള വിവാഹസംഘം കാസർഗോട്ടേക്ക് കോട്ടയത്ത് നിന്നും എത്തിയത്. കാഞ്ഞങ്ങാട്ടെ കള്ളാർ സെന്റ് തോമസ് പള്ളിയിൽ നടന്ന വിവാഹത്തിനായിരുന്നു ഏഞ്ചലും കൂട്ടരും എത്തിയത്. കല്യാണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ബന്ധുക്കളുമായി വിശേഷങ്ങളും പങ്കുവെച്ച് വൈകിട്ടത്തെ മലബാർ എക്സ്പ്രസിന് തിരുവോണത്തിന് മുൻപ് വീട്ടിലെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇവർക്ക്. എന്നാൽ അതിനിടയിലാണ് ഏഞ്ചൽ അടക്കമുള്ള 3 പേരുടെ ജീവൻ കവർന്ന അപകടം സംഭവിച്ചത്. 50 പേരായിരുന്നു ഈ വിവാഹ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാസർഗോഡ് സ്റ്റേഷനോട് ചേർന്നുള്ള നടവഴിയിലൂടെ 1-ാം പ്ലാറ്റ്ഫോമിൽ എത്തിയ 50 അംഗ സംഘം പാളം മുറിച്ചു കടന്ന് 2-ാം പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്നു. അപ്പോഴാണ് പിന്നിലായിരുന്നവർ 1-ാം പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ എത്തുന്നത് എന്നും ആദ്യം പോയവരോട് ഇവിടേക്ക് തിരിച്ചു വരാനും ആവശ്യപ്പെട്ടത്. അപ്പോഴേക്കും സമയം 7 മണി കഴിയുകയും ചെയ്തിരുന്നു. തുടർന്ന് മുകളിലൂടെ നടപ്പാലം ഉണ്ടായിട്ടും ട്രെയിൻ വരുന്ന ശബ്ദം കേട്ട് അതിനു നിൽക്കാതെ അതിവേഗം 1-ാം പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ ശ്രമിക്കുകയായിരുന്നു. പാളം മുറിച്ചു കടന്ന് 1-ാം പ്ലാറ്റ്ഫോമിലെത്താനുള്ള ശ്രമത്തിനിടയിൽ മംഗലാപുരത്തേക്ക് പോകുവാൻ കുതിച്ചെത്തിയ കോയമ്പത്തൂർ ഇസാൻ എക്സ്പ്രസ് ഇവരെ ഇടിച്ചിടുകയായിരുന്നു. വൈകുന്നേരം 7:30-ഓടെയാണ് അപകടം ഉണ്ടായത്. 3 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. അതിലൊന്ന് ഏഞ്ചൽ ആണ്. ചിന്നമ്മ ഉതുപ്പായി 61-കാരിയായ ആലീസ് തോമസ് എന്നിവരാണ് ഏഞ്ചലിനോടൊപ്പം ജീവൻ നഷ്ടമായത്. ചിങ്ങവനം സ്വദേശി മാർഷയുടെ വിവാഹത്തിനായിരുന്നു സംഘം കാസർഗോഡ് എത്തിയത്. വധുവിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അനുജത്തിയാണ് ഏഞ്ചല. 8 മാസം മുൻപാണ് ഏഞ്ചലയുടെ വിവാഹം കഴിഞ്ഞത്. ഏഞ്ചലയുടെ ഭർത്താവ് റോബർട്ട് കുര്യാക്കോസ് UK-യിലെ എഞ്ചിനീയർ ആണ്. ചിന്നമ്മയുടെ ഭർത്താവ് PA ഉതുപ്പായി, ആലീസിൻ്റെ ഭർത്താവ് PA തോമസ് എന്നിവരാണ്. കണ്ണൂർ ഭാഗത്തു നിന്നും എത്തിയ ട്രെയിൻ ഇടിച്ച് ചിന്നിച്ചിതറിയ നിലയിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. ട്രെയിൻ അപകടത്തിന് പിന്നിൽ യാത്രക്കാരുടെ അശ്രദ്ധയും കാരണമാണെന്ന് സൂചന. അപകടത്തിന് പിന്നാലെ കാഞ്ഞങ്ങോട് പിടിച്ചിട്ട മലബാർ എക്സ്പ്രസ് രാത്രി 8:15-ഓടുകൂടിയാണ് യാത്ര തുടർന്നത്. വിവാഹ സംഘത്തിൽ ഉണ്ടായിരുന്നവർ ഇതേ ട്രെയിനിൽ കോട്ടയത്തേക്ക് മടങ്ങുകയായിരുന്നു. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ രാത്രി തന്നെ ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. തുടർന്ന് തൊട്ടടുത്ത ദിവസമാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത്. ആലീസ് തോമസിൻ്റെ സംസ്കാരം നീലംപെരൂർ സെന്റ് തോമസ് താനായ പള്ളിയിലാണ് നടത്തിയത്. ഏഞ്ചലയുടേത് ചിങ്ങവനം സെന്റ് ജോൺസ് ദേറ പള്ളിയിലും. ഏഞ്ചലിൻ്റെ മിന്നുകെട്ടിൻ്റെ ചിത്രമാണ് എല്ലായിടത്തും വെച്ചിരുന്നത്. പ്രിയപ്പെട്ടവളുടെ മൃതദേഹം അവസാനമായി കണ്ട റോബർട്ട് പൊട്ടിക്കരഞ്ഞാണ് വിട നൽകിയത്. അത് ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഭർത്താവിനടുത്തേക്ക് പോവാനിരിക്കവെയാണ് അപകടം സംഭവിച്ചത്. അതിനു മുന്നോടിയായി ഒരുപാട് ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി ഏഞ്ചല യാത്രയായി.